ഹലോ, എന്തെല്ലാം സുഖമല്ലേ? നല്ലൊരു ഞായറാഴ്ചയാണ്. സമയം എന്താ ഇപ്പം ഇത്രയും ആയി. നമുക്ക് പെട്ടെന്നൊരു മുട്ട ബിരിയാണി ഉണ്ടാക്കിയാലോ? ഇതാവുമ്പോൾ പെട്ടെന്ന് പണി തീരുകയും ചെയ്യും, നല്ല ടേസ്റ്റുമാണ്. ഒന്ന് രണ്ട് സാധനങ്ങളുടെ കുറവുണ്ട്, അത് നിങ്ങളങ്ങ് പരിഹരിച്ചാൽ മതി. ഇനി ഇല്ലെങ്കിൽ ഉള്ളതുപോലെ വെച്ചാവാം. ആദ്യം തന്നെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി അരിഞ്ഞിട്ട് അതൊന്ന് വേവാൻ വേണ്ടി വെക്കണം. ഓയിലോ വെളിച്ചെണ്ണയോ എന്താണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം. പിന്നെ അത് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി കൂടെ മുറിച്ചിട്ട് കൊടുക്കുക. തക്കാളി കൂടി മുറിച്ചിടുമ്പോഴേക്കും നമ്മുടെ മസാലയുടെ 1/4 പരിപാടി കഴിയും. ഇനി തൈര് വെച്ചൊരു സാലഡ് വേണമെന്നാണെങ്കിൽ കുക്കുംബറും ഉള്ളിയും ഒക്കെ അരിഞ്ഞിട്ട് ഇതുപോലെ ഒന്നെടുത്ത് വയ്ക്കുക. അതിലേക്ക് നല്ല തൈര് ചേർത്ത് കൊടുക്കുക. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉറതട്ടുണ്ടാക്കുന്ന നാടൻ തൈരാണ് ചേർക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് എത്രയാണോ വേണ്ടത് അതും കൂടി ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് ഇഞ്ചിയും പച്ചമുളകും കൂടെ പേസ്റ്റ് ആക്കിയത് ഒരു 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കുക. അതങ്ങ് അടച്ച് മാറ്റി വയ്ക്കാം. കുറച്ച് നേരം വെച്ചാലേ ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇനി നമ്മുടെ മസാലയ്ക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളിലേക്ക് ബാക്കിയുള്ള മസാലകളും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ ചിക്കൻ മസാല, ഇത്രയുമാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. കാരണം നമ്മൾ ഓൾറെഡി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ച് വെച്ചതിൽ അത്യാവശ്യം നല്ല എരിവുണ്ട്. അപ്പോൾ പിന്നെ കാശ്മീരി ചേർത്താൽ മതിയാവും. ഇനി നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളകും ഇഞ്ചിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ഗ്ലാസോളം വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ അതുപോലെ തന്നെ ഡ്രൈ ആക്കിയിട്ടും നിങ്ങൾക്കത് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് കുറച്ചൊരു ജ്യൂസി ആയിട്ടിരിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് വെള്ളം ഒഴിച്ചത്. വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് ചെയ്യാം. ഇനി അടുത്തതായിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ മല്ലിയില കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റും കിട്ടും. അപ്പോൾ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് വെളുത്തുള്ളി ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. നോർമലി നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ വിട്ടേക്ക്. അങ്ങനെയല്ല, ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യുക. ഈ ടേസ്റ്റ് എന്തായാലും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ചോറ് വെക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മൾ ഈ ഒരു ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് അരിക്ക് 2.25 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് വെള്ളം വെക്കുന്നത്. അരി കഴുകാനായിട്ട് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ ഒരു കുക്കറിൽ ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഈ സ്പൈസസ് ഒക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. പെരുംജീരകം, കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക, പിന്നെ ജാതിപത്രിയുടേത്, പിന്നെ സ്റ്റാർ, ഇതൊക്കെയാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അളവ് പ്രകാരമാണ് ഈ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് അരി എടുത്തത് കൊണ്ട് തന്നെ 4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഓരോരുത്തരുടെയും പാത്രത്തിൻ്റെയും വെക്കുന്ന ശൈലിയുടെയും അതുപോലെ തന്നെ ആ ഒരു അരിയുടെയൊക്കെ വേവ് അനുസരിച്ചിട്ട് വിസിലുകളും കാര്യങ്ങളിലും വ്യത്യാസം വരും. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. സ്കിപ്പ് ചെയ്യരുത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം അല്പം ചേർത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം വീണ്ടും ചേർത്താൽ മതിയാവും. ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ചേർക്കണം. കറിവേപ്പില തന്നെ ചേർക്കുകയാണ് വേണ്ടത്. ഈ സ്റ്റേജിൽ മല്ലിയില ഇടരുത്. കറിവേപ്പിലയുടെ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ അതിലേക്ക് വേണം. പിന്നെ ആവശ്യമെങ്കിൽ ഒരു പച്ചമുളകും കീറിയിടാവുന്നതാണ്. വെള്ളം വെട്ടിത്തിളച്ച് കഴിഞ്ഞാലാണ് ഈ കഴുകി വെച്ചിട്ടുള്ള അരി നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് തിള വന്ന ശേഷമാണ് കുക്കറിൻ്റെ മൂടി വെച്ച് അടച്ച് വിസിലിട്ട് വേവിക്കാനായിട്ട് വെക്കേണ്ടത്. പെരുംജീരകമൊക്കെ ഈ ഒരു ചോറിന് ശരിക്കും നല്ല ടേസ്റ്റ് തരും. ഈ ഒരു മുട്ടയുടെ മസാല ഒഴിവാക്കിയിട്ട് എന്തെങ്കിലും വെജിറ്റബിൾസ് ഇതിലേക്ക് ആഡ് ചെയ്ത് അതൊന്ന് വിസിലിട്ട് വേവിച്ചെടുത്താൽ തന്നെയും നല്ല ടേസ്റ്റാണ്. ഒരേ അരി വെച്ച് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ചോറുകൾ ഉണ്ടാക്കാൻ പറ്റും. ആവശ്യത്തിന് വിസിൽ വന്നു കഴിഞ്ഞാൽ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ച് അതിലേക്ക് കല്ലുപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് തിള വരുമ്പോൾ മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ട ബോയിൽ ചെയ്യാനായിട്ട് വേവിക്കാനായിട്ട് അറിയുന്നത് കൊണ്ട് പിന്നെ ഞാനത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലെങ്കിലും വീഡിയോയിൽ കാണിച്ചതേ ഉള്ളൂ. മുട്ട ബിരിയാണിയായിട്ട് മുട്ട എന്തിയെന്ന് ചോദിക്കരുതല്ലോ. ഈ ഒരു വിസിലൊക്കെ പോയിട്ടുണ്ട്. ഇനി മൂടി തുറന്ന് നോക്കാം. ഇത്രയും ചോറ് എത്തിയിട്ടുണ്ട്. നമ്മൾ അരഭാഗം പോലും ആ ഒരു അരി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അത്രയും വിസിൽ വെച്ചതുകൊണ്ട് വെന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നൊരു തവി വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മാറ്റി കൊടുക്കാം. എനിക്ക് കുക്കറിലായതുകൊണ്ട് അതൊരു സൗകര്യമില്ലാത്തതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചോറ് നമ്മൾ കുക്കറിൽ വെച്ചത് കൊണ്ട് തന്നെ ദമ്മിടൽ പരിപാടികൾ നമുക്ക് കാര്യമായിട്ട് ഇവിടെ നടക്കുകയില്ല. ഈ ഒരു ചോറിലേക്ക് കുറച്ച് നെയ്യും അതുപോലെ തന്നെ റോസ് വാട്ടറും പിന്നെ നമ്മുടെ ഈ ഒരു സ്പൈസസ് നേരത്തെ കാണിച്ചിട്ടുള്ള സ്പൈസസ് പൊടിച്ച ആ ഒരു പൊടികളുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മല്ലിയില അരിഞ്ഞും ഇട്ട് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് സ്കിപ്പ് ചെയ്യുന്നത്. നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിരുന്ന മുട്ട ആറി തണുക്കുമ്പോൾ നമ്മുടെ മസാലയിലേക്ക് ഇട്ടും അത് മിക്സ് ചെയ്യണം. അത് ഞാൻ കാണിക്കാൻ വേണ്ടി വിട്ടുപോയതാണ്. അതുപോലെ തന്നെ ഈ പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ലെയറായിട്ട് ഇത് സെറ്റ് ചെയ്യാവുന്നതാണ്. അതായത് താഴെ കുറച്ച് ചോറിട്ട് അതിൻ്റെ മുകളിൽ മുട്ടയും അതുപോലെ തന്നെ മസാലയൊക്കെ ഇട്ട് അങ്ങനെ ഓരോ ലെയറായിട്ട് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് സെർവ് ചെയ്യുമ്പോൾ ഇട്ടാലും മതി. നമ്മുടെ സൺഡേ സ്പെഷ്യൽ മുട്ട ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്തില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ബൈ.